ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമായ അൻഡോറയെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ 190ാമത് അംഗമായ രാജ്യമാണ് അൻഡോറ. അപ്പോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആണ്. നിലവിലെ MD ക്രിസ്റ്റലീന ജോർജിയയാണ്. അപ്പോ IMFന്റെ 190ാമത് അംഗമായ രാജ്യമാണ് യൂറോപ്യൻ രാജ്യമായ അൻഡോറ. അൻഡോറയുടെ ക്യാപിറ്റൽ അൻഡോറ ലാ വെല്ലയാണ്. അൻഡോറയുടെ കറൻസി യൂറോ ആണ്. പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി സേവിയർ എസ്പോർട്ട് സമോറയാണ്. അപ്പോ IMFന്റെ 190ാമത് അംഗമായ രാജ്യം അൻഡോറയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. 2020 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ OECD രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാമതാണ്. OECD രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ചൈനയാണ്. 2ാമത് ഇന്ത്യയാണ്. OECDയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസിലെ പാരീസിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ്. 1949 വടക്കൻ അറ്റ്ലാന്റിക് ട്രീറ്റി പ്രകാരം രൂപം കൊണ്ട നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അപ്പോ നാറ്റോയുടെ പുതിയ സ്പേസ് സെന്റർ നിലവിൽ വരുന്നത് ജർമ്മനിയിലെ റാംസ്റ്റെയിനിലെ US മിലിറ്ററി ബേസിലാണ് നാറ്റോയുടെ പുതിയ സ്പേസ് സെന്റർ നിലവിൽ വരുന്നത്. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കുക, നാറ്റോ എന്നുള്ളത് ഒരു സൈനിക സഖ്യമാണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2020 പുതുതായി ആരംഭിച്ച ബംഗ്ലാദേശ് ഇന്ത്യ മീഡിയേറ്റർ ഫോറം BIMFന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് GYV വിക്ടർ ആണ്. അപ്പൊ ശ്രീ GYV വിക്ടർ ആണ് ബംഗ്ലാദേശ് ഇന്ത്യ മീഡിയേറ്റർ ഫോറമിന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ആരംഭിച്ച പുതിയൊരു നയമാണ്, പുതിയൊരു പോളിസിയാണ്. അതിന്റെ പേര് നോ മാസ്ക് നോ സർവീസ് എന്നാണ്. മാസ്ക് ഇല്ലെങ്കിൽ സർവീസ് ഇല്ല. അപ്പോ ബംഗ്ലാദേശിൽ ആരംഭിച്ച പുതിയൊരു പോളിസിയാണ് നോ മാസ്ക് നോ സർവീസ് എന്നുള്ളത്. COVID-19 പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പോളിസി ബംഗ്ലാദേശിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഢാക്കയാണ്. കറൻസി ടാക്കയാണ്. ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. പ്രസിഡന്റ് അബ്ദുൽ ഹമീദാണ്. അപ്പോൾ നോ മാസ്ക് നോ സർവീസ് പോളിസി ആരംഭിച്ച രാജ്യം ബംഗ്ലാദേശാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയവും അതുപോലെ തന്നെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ചേർന്ന് ആരംഭിച്ച പുതിയൊരു പ്രോജക്റ്റ് ആണ്. അതിന്റെ പേര് ലൈഫ് ഇൻ മിനിയേച്ചർ എന്നാണ്. എന്താണ് ഈ പ്രോജക്ടിന്റെ പ്രത്യേകത എന്നുള്ളത് ചോദിച്ചാൽ, നാഷണൽ മ്യൂസിയം കളക്ഷനിലെ മിനിയേച്ചർ പെയിന്റിങ്ങുകൾ ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചർ ആപ്ലിക്കേഷൻ വഴി കാണുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതിനാണ് ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയം അതുപോലെ തന്നെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ധാരണയിലായിരിക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നീതി ആയോഗിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന സംവിധാനമാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആയ ഡോക്ടർ രാജീവ് കുമാറിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 2020 ഒക്ടോബറിൽ ഇന്ത്യയിലെ അർബൻ പ്ലാനിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ കുറിച്ച് പരിശോധിക്കുന്നതിനായിട്ട് നീതി ആയോഗ് നിയോഗിച്ച 14-അംഗ അഡ്വൈസറി കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ രാജീവ് കുമാർ. അപ്പൊ ഓർമ്മിച്ചു വെച്ചിരിക്കുക, അർബൻ പ്ലാനിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ കുറിച്ച് പരിശോധിക്കുന്നതിനായിട്ട് നീതി ആയോഗ് നിയോഗിച്ച 14-അംഗ അഡ്വൈസറി കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ രാജീവ് കുമാർ. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. അതുപോലെ നീതി ആയോഗിന്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അമിതാഭ് കാന്താണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ ബുംല എന്ന സ്ഥലത്തെ പറ്റിയാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സുബേദാർ ജോഗീന്ദർ സിംഗിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് പരംവീർ ചക്രയൊക്കെ ലഭിക്കുകയുണ്ടായി. അപ്പോ സുബേദാർ ജോഗീന്ദർ സിംഗിന്റെ സ്മരണാർത്ഥം യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലെ ബുംലയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുൻ മിസോറാം ഗവർണറായ മലയാളി കൂടിയായ കുമ്മനം രാജശേഖരനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണ സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അപ്പൊ ഓർമ്മിച്ചു വെച്ചിരിക്കുക, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ആ പദ്ധതിയുടെ പേര് ഉദയം പദ്ധതി എന്നാണ്. കോവിഡ് വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ലോക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം ദുരിതത്തിലായ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ട പുനരധിവാസ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഉദയം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോവിഡ് വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ലോക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം ദുരിതത്തിലായ തെരുവിൽ കഴിയുന്നവർക്ക് അവർക്ക് പുനരധിവാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗോവ സംസ്ഥാനത്തെ പറ്റിയാണ്. ലോകബാങ്കിന്റെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി സാൻഡ് ഡ്യൂൺ പാർക്ക് ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗോവ. അപ്പോൾ ലോകബാങ്കിന്റെ സഹകരണത്തോടു കൂടിയാണ് സാൻഡ് ഡ്യൂൺ പാർക്ക് ഗോവയിൽ നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്നത്. അത് എവിടെയാണ്? ഗോവയിലാണ്. ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ്. ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. ഗോവയുടെ ഗവർണർ നിലവിലെ മഹാരാഷ്ട്ര ഗവർണറായ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിക്കാണ് ഗോവയുടെ അധിക ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് തരംഗ് സുപോഷിത് മഹാരാഷ്ട്ര എന്നതാണ്. മഹാരാഷ്ട്രയിലെ വനിതാ ശിശു വികസന മന്ത്രാലയം മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ആരംഭിച്ച ഒരു ഡിജിറ്റൽ പദ്ധതിയാണ് തരംഗ് സുപോഷിത് മഹാരാഷ്ട്ര എന്നുള്ളത്. അപ്പൊ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈയാണ്. മുഖ്യമന്ത്രി ശ്രീ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റിയാണ്. പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്ന PFMS നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ശ്രീ മനോജ് സിൻഹയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ സ്വകാര്യ ബാങ്കായ ICICI ബാങ്കിനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന പ്രമുഖ ഇന്ത്യൻ സ്വകാര്യ ബാങ്കാണ് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. നിലവിലെ MD ആൻഡ് CEO സന്ദീപ് ബക്ഷിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. 2020 ഫോർമുല 1 പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായി മാറിയിരിക്കുകയാണ് ബ്രിട്ടീഷ് F1 റൈസർ ലിവിസ് ഹാമിൽട്ടൺ. ഈ ഒരു ഫോർമുല 1 ടൈറ്റിലോടുകൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോർമുല 1 വിജയം നേടിയ താരം എന്ന നേട്ടം ലിവിസ് ഹാമിൽട്ടൺ കൈവരിച്ചിരിക്കുകയാണ്. ഈ റെക്കോർഡിനുടമയായിരുന്ന മൈക്കിൾ ഷൂമാക്കറെ മറികടന്ന് 92 വിജയങ്ങൾ നേടിയാണ് ലിവിസ് ഹാമിൽട്ടൺ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസം 24-ാം തീയതി റോട്ടറി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വേൾഡ് പോളിയോ ഡേ അല്ലെങ്കിൽ ലോക പോളിയോ ദിനം നമ്മൾ ആചരിക്കുന്നു. ഒക്ടോബർ 24 മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡേയും ഒക്ടോബർ 24 അപ്പൊ ലോക പോളിയോ ദിനവും ഒക്ടോബർ 24. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ് ITBP റേസിംഗ് ഡേ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ റേസിംഗ് ഡേയും 59ാമത് റേസിംഗ് ഡേ ആണ് 2020 ആചരിച്ചത്. അതും 24 ഒക്ടോബറിനാണ്. ITBPയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നിലവിലെ ITBPയുടെ ഡയറക്ടർ ജനറൽ സുർജീത് സിംഗ് ദസ്വാള. അപ്പൊ അത് ഓർമ്മിച്ചു വെച്ചേക്കുക. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് റേസിംഗ് ഡേ ഒക്ടോബർ 24, ഐക്യരാഷ്ട്ര സഭ ദിനം ഒക്ടോബർ 24, അതുപോലെ തന്നെ ലോക പോളിയോ ദിനം ഒക്ടോബർ 24. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ദ ഫിക്സർ വിന്നിംഗ് ഹാസ് എ പ്രൈസ് ഹൗ മച്ച് വിൽ യു പേ എന്നുള്ളതാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് സുമൻ ദൂബെയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. 2020 ഒക്ടോബറിൽ വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നും അതിന് അർഹമാക്കിയ കൃതി ഏതാണെന്നും കൂടെ നിങ്ങൾ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 നവംബർ 1 16 ഇനം പച്ചക്കറികൾക്ക് തറവില നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ തന്നെയാണ് നവംബർ 1 മുതൽ 16 ഇനം പച്ചക്കറികൾക്ക് തറവില നിലവിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.